ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വെനസ്വേലയുടെ പ്രശ്നമാണല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അപ്പം താങ്കൾക്ക് വെനസ്വേലയും ഇന്ത്യയിലും ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമ, അതിന്റെ ക്യാരക്ടർ ഞാൻ പറയാം, റോക്കി ബായ്, തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് അറിയാവോ? ആ, അതിനകത്ത് എന്ത് ബന്ധമാണുള്ളത്? താങ്കൾ എൽഡോറാഡോ എന്ന് കേട്ടിട്ടുണ്ട്? സ്വർണ്ണഖനിയല്ലേ? അതെ, അത് ഒരു മിത്തിക്കൽ ഗോൾഡ് ടൗൺ ആണ്. അത് കണ്ടുപിടിക്കാൻ പണ്ട് ഈ വെനസ്വേല ജർമ്മനി കോളനൈസ് ചെയ്ത സമയത്ത് അവിടുത്തെ രാജാവ് ഈ എൽഡോറാഡോ തപ്പിപ്പോയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെയാണ് വെനസ്വേല. അപ്പൊ ഇവിടെയാണ് എൽഡോറാഡോ ഉള്ളത്. പക്ഷെ അന്ന് സ്വർണം തപ്പിപ്പോയി. പക്ഷെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇവിടെ കിട്ടിയ മറ്റൊരു സാധനമാണ് ഓയിൽ. ഏകദേശം സ്വർണത്തിന്റെ അതേ വിലയുള്ള സംഭവമാണ്. അപ്പൊ ഈ ഓയിലാണ് വെനസ്വേലയുടെ മാർക്കറ്റ് തന്നെ റൺ ചെയ്യുന്നത്. അപ്പൊ ഈ ഓയിലിന് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നമുണ്ട്. ഇനി വെനസ്വേലയെ കുറിച്ച്, വെനസ്വേലയുടെ ഈ പേര് എവിടെ നിന്ന് കിട്ടിയാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല, അറിയില്ല. അപ്പൊ വെനസ്വേലയുടെ പേര് കിട്ടിയേക്കുന്നത് ഇറ്റലിയിലെ വെനിസ് എന്ന് പറയുന്ന, ഇറ്റലി സ്പാനിഷ് ഇൻവേഷൻ ആണ് ആദ്യം ഇവിടെ ഉണ്ടാകുന്നത്. അപ്പം കൊളംബസ് ആണ് ഈ ഏരിയ കണ്ടുപിടിച്ചെന്ന് നമുക്ക് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അറിയാം. അപ്പൊ ഈ ഇതിലേക്കൂടെ പോകുന്ന സമയത്ത് ഒരു നദിയുടെ സൈഡിലായിട്ട് കുറെ വീടുകൾ കണ്ടപ്പോ ഇറ്റലിയിലെ വെനിസ് പോലെ ഇരുന്നു. അപ്പൊ ലിറ്റിൽ വെനിസ് എന്നാണ് അതിനെ വിളിച്ച് ഇറ്റാലിയൻ ആൾക്കാർ, കൊളംബസ് അല്ല, ഇറ്റാലിയൻ ആൾക്കാർ. അങ്ങനെയാണ് ഈ വെനസ്വേല എന്നുള്ള പേര് ഇതിന് കിട്ടുന്നത്. മരക്കൈവോ ആണ് നദി. ഓക്കെ, മരക്കൈവോ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വെനസ്വേലയെ കുറിച്ച് പറയാനുള്ളത്, ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ. പിന്നെ ഏറ്റവും വലിയ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഓയിൽ മാർക്കറ്റ്. സൗത്ത് അമേരിക്കയുടെ മുകളിലല്ലേ സ്ഥിതി ചെയ്യുന്നത്? അതെ, അവിടെ തന്നെയാണ്. ആൻഡ് ഇവിടെ ഇവർക്ക് ഈ ഒരു രാജ്യവും അതിനോട് ചുറ്റിപ്പറ്റിയിട്ട് കരീബിയൻ കുറച്ച് ഐലൻഡ്സും ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ രാജ്യമാവുന്നത്. അപ്പം അങ്ങനെയാണ്. കരീബിയൻ സീയുടെ തീരത്താണോ ഈ വെനസ്വേല? വെനസ്വേല അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഏകദേശം നമുക്ക് ഈ പറയുന്ന പോലെ ബീച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലമാണ്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ താഴെയാണല്ലേ? അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വിത്ത് ഡിസ്റ്റിങ് വെറ്റ് ആൻഡ് ഡ്രൈ ക്ലൈമറ്റ് ആയിട്ടാണ്. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എക്കണോമി എന്ന് പറഞ്ഞാൽ 95% ഓയിൽ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു റെന്റയർ സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം. റെന്റയർ സ്റ്റേറ്റ് ആണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി ഡിപ്പെൻഡന്റ് ഓൺ എക്സ്പോർട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഇതിന്റെ അകത്തോട്ടുള്ള വരുമാനം ഇവർക്ക് വേറെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇവർ അതിലോട്ട് റൺ ചെയ്യുന്നില്ല. ഓയിൽ കയറ്റി അയക്കുക, ജീവിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കും ഒരു മൂല കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബേസിൻ ഉണ്ട്, ഓർണിക്കോ റിവറിന്റെ. അപ്പം അതും ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓർണിക്കോ ബേസിൻ വെനസ്വേലയിലാണ്. ബാക്കി ഇനി നമുക്കിപ്പോഴത്തെ ഒരു ക്രൈസിസിനെ കുറിച്ച് പറയാം. എന്തുകൊണ്ടായിരിക്കും ഈ ക്രൈസിസ് വന്നത്? ഇപ്പോൾ സൂരജിന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ക്രൈസിസ് വന്നത്? തീർച്ചയായിട്ടും ഓയിൽ തന്നെ ആയിരിക്കും പ്രധാന പ്രശ്നം. അപ്പം ബേസിക് ആയിട്ടുള്ള ഈ പ്രശ്നം ഓയിൽ തന്നെയാണ്. അതായത് ഇതിനു മുമ്പ് ഒരു 1890s ഇത് ഒരാളുടെ കീഴിലായിരുന്നു. അതായത് ഒരൊറ്റ പേഴ്സൺ, സിംഗിൾ പേഴ്സന്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന ഓയിൽ റിസോഴ്സസ് ഒക്കെ. പിന്നീട് ഒരു 1935 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ആളുകളിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുക, ഗവൺമെന്റ് അടുത്തോട്ട് വരുന്നു. പക്ഷെ 1973 ഈ പറയുന്ന അന്ന് ഓയിലിന് ഹൈക്ക് ഉണ്ടാവുന്നു. ഓയിലിന് ഇഷ്ടം പോലെ കാശൊക്കെ കിട്ടിയപ്പോൾ എന്ത് ചെയ്യുന്ന ഇവർ നാഷണലൈസ് ചെയ്യുന്നുണ്ട്. 1973 ഓയിലൊക്കെ നാഷണലൈസ് ചെയ്തിട്ട് ഓയിൽ ഈ സെല്ലിംഗ് ആണെങ്കിലും ഒക്കെ. അന്നേരം അവിടുത്തെ പ്രസിഡന്റ് കാർലോസ് സാൻഡസ് പെരസ് എന്ന് പറയുന്ന ആളാണ്. പിന്നീട് ഇവിടെ ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന ഒരാള് പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അതൊരു 1999 സമയത്താണ്. അദ്ദേഹമാണ് ഒരു ബൊളിവേറിയൻ റവല്യൂഷൻ ഒക്കെ കൊണ്ടുവന്ന ഒരു സോഷ്യലിസ്റ്റിക് സെറ്റപ്പ് കൊണ്ടുവന്നു. ബൊളിവേറിയൻ സോഷ്യലിസം കൊണ്ടുവന്നു. അപ്പൊ അതിനെ കുറിച്ച് സൂരജിനെ അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഈ ബൊളിവേറിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സോഷ്യലിസം ആണ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വെനസ്വേലൻ നാഷണലിസവും ഒരു പാൻ അമേരിക്കൻ ഐഡിയൽസും എല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ് അവർ പോളിസീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മളെടുത്ത ഒരു സോഷ്യലിസം പ്ലസ് ക്യാപിറ്റലിസവും കൂടെ മിക്സ് ചെയ്ത് നെഹ്റു ഇവിടെ കൊണ്ടുവന്നു. തീർച്ചയായും അതുപോലെ തന്നെ. അപ്പൊ ഇവിടെ എഡ്യൂക്കേഷൻ ഒക്കെ കുറച്ചും കൂടെ അവിടെ ഫ്രീ ആയിരുന്നു. എഡ്യൂക്കേഷൻ, ഹെൽത്ത് സെക്ടർ, ഇതെല്ലാം ഈ ഓയിൽ നിന്ന്
വരുന്ന വരുമാനം മുഖേന ഇത് ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് കൊടുക്കുമ്പോ പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ സ്പെൻഡിങ് കൂടുതലാണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ഓയിൽ ക്രൈസിസ് വന്നാൽ പ്രശ്നമാണ്. അതെ, അന്ന് ഓയിൽ നല്ല വിലയുള്ള കാലഘട്ടമായിരുന്നു. അപ്പം അതിനനുസരിച്ച് അവർക്ക് വെൽഫെയർ സ്കീംസും ഹെൽത്തും എല്ലാം കൊടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്തൊരു പ്രശ്നം, അതായത് ഇവിടുത്തെ ഇപ്പൊ ഉണ്ടാവുന്ന ഈ വിഷയത്തിന്റെ ഒരു ട്രിഗർ എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് ഈ 2013 ഒരു ഓയിൽ ക്രൈസിസ് ഉണ്ടാവുന്നു. അതായത് ഓയിലിന്റെ വില കുറയുന്നു, അല്ലെങ്കിൽ ഓയിൽ ഇവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ അതിന്റെ കൂട്ടത്തിൽ ഹ്യൂഗോ ഷാവേസ് മരിക്കുകയാണ്. ഒരു പുതിയ പ്രസിഡന്റ് അവർക്ക് വരുന്നു, നിക്കോളാസ് മദൂറോ വരുന്നു. ആ സമയത്തുള്ള ഗ്ലോബൽ ഓയിൽ പ്രൈസസിന്റെ ക്രാഷും കൂടെ കാരണം ഇവിടെ ഹൈപ്പർ ഇൻഫ്ലേഷൻ, ആ ടേം ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അപ്പം ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? നമ്മളിപ്പം ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇവിടെ കാശില്ല, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, നമ്മൾ അതിന് വേണ്ടിയിട്ട് നോട്ട് അടിച്ചിറക്കും. നോട്ട് അടിച്ചിറക്കുമ്പോൾ നോട്ടിന് തീരെ വാല്യൂ ഇല്ല. അപ്പൊ അതിന്റെ പെർസെന്റേജ്, ഇൻഫ്ലേഷന്റെ പെർസെന്റേജ് വളരെ കൂടി പോകുന്നതിനാണ്. ഈ നോട്ട് പ്രിന്റ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ ഒരു സ്റ്റെപ്പ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇവിടെ അത് ചെയ്യാറില്ല. നമ്മളിപ്പം നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മളുടെ റിസർവുകൾ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇനി അത് സമയത്ത് നമുക്കൊരു ക്രൈസിസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ 1991 എക്കണോമിക് റിഫോംസ് ഒക്കെ കൊണ്ടുവരികയും നമ്മൾ കുറച്ചും കൂടെ ഫോറിൻ എക്കണോമി, നമ്മുടെ എക്കണോമി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇതുവരെ നമ്മളങ്ങനെ പ്രിന്റ് ചെയ്യുന്ന ഒരു പരിപാടിയില്ല. പക്ഷെ എന്നാൽ ഇവിടെ അവർ പ്രിന്റ് ചെയ്യേണ്ടി വരുന്നു. കാരണം ഹൈപ്പർ ഇൻഫ്ലേഷൻ ഏകദേശം 130,000 ആയിട്ടാണ് അവരുടെ ഇൻഫ്ലേഷൻ റേറ്റ് കയറി പോകുന്നത്. 11,000 ഏകദേശം. അപ്പൊ അത്രയും വലിയ ഒരു ഇൻഫ്ലേഷനിലോട്ട് പോകുന്നതിനാണ് 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് ഏകദേശം 11,000 റുപ്പീസ് ആയി മാറുകയാണ് ഉണ്ടായത്. ഇൻഫ്ലേഷൻ നല്ലതാണ്. നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ എപ്പോഴും ഒരു 4% വരെയും ഓക്കെ ആണെന്നാണ് പറയുന്നത്. കാരണം 4% വരെ ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഒക്കെ അതൊരു സഹായമാവും. നമ്മുടെ എക്കണോമി അതൊരു ബൂസ്റ്റിംഗ് ഫാക്ടറാണ്. പക്ഷെ ഒരു പരിധിക്ക് മുകളിൽ ഇൻഫ്ലേഷൻ പോയി കഴിയുമ്പോൾ നമ്മൾ 4% ആണ്. നമ്മൾ നരസിംഹം കമ്മിറ്റിയാണ് ബേസിക്കലി അതിന് വരികയും അത് ആ ഒരു റേഞ്ചിൽ കൊണ്ടുവരികയും ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു വളരെ എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ മോശമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അതിന് ഒരു റേഞ്ച് വേണം. 2 to 4% ആണ് നമ്മളിവിടെ വെച്ചേക്കുന്ന റേഞ്ച്. അപ്പൊ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അത് അലാമിംഗ് ആണ്. അപ്പൊ ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ് പറയുന്നത്? അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 10-11,000 ഒക്കെ മേളിൽ കയറി പോവാന്ന് പറഞ്ഞാൽ പെർസെന്റേജ് മേളിൽ കയറാന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണ്. അപ്പൊ ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ World War I ശേഷം ജർമ്മനിയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. നോട്ട് പ്രിന്റ് ചെയ്തതിനു ശേഷം അർജന്റീനയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. പലയിടങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ എങ്ങും ഇത്ര ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു ഇതുവരെ വെനസ്വേലയുടെ രീതിയിൽ. തീർച്ചയായിട്ടും നമ്മളത് ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നീട് വരുന്നത് ഇവരുടെ GDP ക്രാഷാണ്. അപ്പോൾ ഇവരുടെ GDP വളരെ മോശം അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നീട് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർക്ക് പല ഇന്റർനാഷണൽ ഫോഴ്സസിന്റെ ഒരു പ്ലേ വരുന്നു. ഫോർ എക്സാമ്പിൾ US. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വെനസ്വേലന്നാണ് US ഏറ്റവും കൂടുതൽ ഓയിൽ ഒരു സമയത്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു സോഷ്യലിസം ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഓബ്വിയസ്ലി ചൈനയും റഷ്യ ഇവിടെ കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പം അടുത്ത ഈ ഗവൺമെന്റിന് ചൈനയുടെ റഷ്യയുടെയും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആർക്കാണ് US-നകത്തൊരു ഇഷ്യൂ ആണ്. US-ന് ഓയിൽ വേണം എന്ന ഇവർക്കത് കിട്ടുന്നില്ല. അപ്പൊ ട്രംപിന്റെ ആദ്യത്തെ വരവിൽ ട്രംപ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരുടെ പുറത്ത് കുറെ സാങ്ഷൻസ് കൊണ്ടുവന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം വന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മിലിറ്ററി ആക്ഷൻ ആണ്. പുള്ളി അത് പറയുന്നത് ഇവര് കുറെ ഡ്രഗ്സും ഇല്ലീഗൽ ആയിട്ടുള്ള ഇമിഗ്രൻസും വെനസ്വേലയിൽ നിന്ന് US-ലോട്ട് വരുന്നു. അത് US-ന്റെ ജനങ്ങൾക്ക് പ്രശ്നമാണ്. അത് തടയാനെന്നാണ് പറയുന്നത്. ബട്ട് ഓൾ നോസ് ദ ഗെയിം. ഫ്രീ ഓയിൽ അല്ലെങ്കിൽ ഓയിൽ ഡിപ്ലോമസി ആണ്. USA ഇറാന്റെയും ഇറാഖിന്റെയും കാര്യത്തിൽ ഇത് തന്നെയാണ് ചെയ്തത്. ഇപ്പം വെനസ്വേലയുടെ കാര്യത്തിൽ ആദ്യമേ എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടുവന്നു. അത് ഇപ്പൊ യുദ്ധത്തിലേക്ക് എത്തി. ഇറാന്റെ കാര്യത്തിൽ ഒരേ സമയത്ത് എക്കണോമിക് സാങ്ഷൻസ് വരെ വന്നുള്ളൂ. അത് യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഇറാഖിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ആദ്യമേ എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടുവന്നു. അത് 2003 സദ്ദാം ഹുസൈനുമായിട്ട് യുദ്ധത്തിലേക്ക് എത്തി. അല്ല, ലോകത്തിന്റെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥ നോക്കുവാണെങ്കിൽ US ആണല്ലോ. അപ്പൊ എല്ലാരും ഇപ്പൊ നമ്മുടെയൊക്കെ മൊബൈൽ സ്റ്റാറ്റസുകൾ കുറച്ചു ദിവസം മുമ്പ് വരെയും എന്താ പറയുക US-ന്റെ കടന്നുകയറ്റത്തിനെതിരെയും പിന്നെ വെനസ്വേലയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുള്ള രീതിയിലും പലരും സ്റ്റാറ്റസ് ഇട്ട് കണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മറ്റൊരു രാജ്യത്തിന്റെ
എന്താ പറയുക സോവനിറ്റിയിലോട്ടുള്ള ഒരു കടന്നുകയറ്റമാണ്. അപ്പം അത് ബാക്കി നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് നമുക്ക് തോന്നും. കാരണം അതൊരിക്കലും നല്ലതല്ല, എന്നെ സംബന്ധിച്ചോളം അത് നല്ലതല്ല. ശരിയാണ്. പക്ഷെ ഇവിടെ വേറൊരു സൈഡും ഉണ്ട്. ലൈക്ക് ഇപ്പം ഇത് ഒരു ഓയിൽ ക്രൈസിസിന് മേലുള്ള വാർ മാത്രമല്ല, ഐഡിയോളജിക്കൽ ക്രൈസിസ് വരുന്നുണ്ട്. പിന്നെ യുഎസിന്റെ ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം വന്ന 2 സോഷ്യലിസ്റ്റ് നേതാക്കളില്ലേ വെനസ്വേലയില്, അവര് ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റേറിയൻ സോഷ്യലിസം കൊണ്ടുവന്നിട്ട് ആ രാജ്യം മൊത്തം അങ്ങ് നശിപ്പിക്കുകയാണ് ശരിക്കും ഉണ്ടായത്. തീർച്ചയായിട്ടും. കാരണം മറ്റ് എല്ലായിടങ്ങളിലും സോഷ്യലിസം വന്ന് അത് തകർന്നു പോയതിന്റെ ഒരു കാരണവും അല്ലെങ്കിൽ അത് പിന്നീട് ആ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിന് ഉണ്ടാകുന്ന ഒരു പ്രശ്നവും കാണപ്പെടുന്നത് ഈ ഒരു അതോറിറ്റേറിയനിസം വരുമ്പോഴാണ്. ഹെൽത്തും എഡ്യൂക്കേഷനും എല്ലാം ഫ്രീ ആക്കാൻ തുടങ്ങി. പക്ഷെ അതിനുശേഷം അത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ഒരു വെൽത്ത് ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് സാധാരണക്കാരായ ജനങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അതെ, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ USA അറ്റാക്ക് ചെയ്തപ്പോൾ ലോകത്തുള്ള പല വെനസ്വേലൻസും ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നത്. അത് ഈ ഫ്രീ ബി കൾച്ചർ ഒരു പ്രശ്നമാണ്. എല്ലായിടത്തും നമുക്ക് കണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഫ്രീ ബീസ്. അപ്പൊ ഇലക്ഷൻ ഒക്കെ വരുന്നുണ്ട്, നമ്മളെല്ലാം ഫ്രീ ആയിട്ട് നമുക്കും കാണാമല്ലോ, തമിഴ്നാട്ടിൽ തന്നെ കാണാൻ പറ്റത്തില്ലേ. അപ്പം ബേസിക്കലി ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷന് പകരം ഫ്രീ ബി ഇലക്ഷനായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ഇവിടെ തീർച്ചയായിട്ടും US ചെയ്തത് ഒരു നെഗറ്റീവ് സംഭവമാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപിന്റെ ആ ഒരു ഇന്റർവെൻഷനും പുള്ളിയെ പിടിച്ചുകൊണ്ടുപോയ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഫെയർ. അപ്പം അവർക്ക് എന്ത് വേണേ ആവാം എന്നുള്ളത് ആ ഒരു രീതി വരുന്നത്. അതിൻ്റെ അകത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൈനയൊക്കെ പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൈനയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇറങ്ങി റഷ്യ നടത്തിയേക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉണ്ട്. അപ്പൊ അവരുടെ ഈ ഒരു എന്തൊക്കെയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്തുള്ള പ്രശ്നം. പിന്നെ ഈ ഓയിൽ, ഇപ്പം എല്ലാവർക്കും ഓയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. എനർജി ഫ്യൂവൽ. ഇപ്പൊ ഇന്ത്യ ആണെങ്കിലും എല്ലാവർക്കും നമ്മൾ എനർജി ഫ്യൂവലിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പല ടൈഅപ്സുകളിലും പോകുന്നത്. അപ്പൊ ആ ഒരു ഇഷ്യൂ ആണ് ഇവിടെ കൂടുതലും കാണുന്നത്. അപ്പൊ ഇനി ഇത് ഭാവിയിൽ എങ്ങോട്ട് പോകുന്നുള്ളത് നമുക്ക് നോക്കാം. 2019 ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, ഒരു മെയിൻ സ്റ്റാർട്ട് എന്ന് വെച്ചാലേ 2019 വെനസ്വേലയില് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു. US എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ലീഡർ ഓഫ് ഓപ്പോസിഷനെ വെനസ്വേലിയൻ പ്രസിഡന്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു. അപ്പൊ അവിടെ സംഭവിച്ചത് ഒരു രാഷ്ട്രത്തിന് തന്നെ 2 പ്രസിഡന്റുമാരായി. അത് തീർച്ചയായിട്ടും US-ന്റെ ഒരു പോളിസിയാണ്. നമുക്ക് ഇത് കണ്ടുവരുന്ന ഒരു പോളിസിയാണ്. US ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ US-ന്റെ അനുയായി ആരെങ്കിലും ഒരാൾ അവിടുത്തെ ഒരു പാരലൽ ഗവൺമെന്റ് റൺ ചെയ്യുക. അത് മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു പവർഫുൾ നേഷൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരാളെ അവിടെ കൊണ്ടുവരികയും അയാളെ ഫണ്ട് ചെയ്യുകയും അയാളെ അങ്ങനെ പൊക്കിക്കൊണ്ടുവരികയും ചെയ്യും. പിന്നീട് അതൊരു സിവിൽ വാറിലോട്ട് പോകും. അതാണ് ഇവിടെയും ആളുകൾ പേടിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഇനി ഇതുവരെ സിവിൽ വാറോ അങ്ങനെയുള്ള ഒരു ക്രൈസിസിലോട്ട് പോകുന്നില്ല. പക്ഷെ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ നടക്കുമോ? അഫ്ഗാനിസ്ഥാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ നടന്നിട്ടില്ല. അപ്പൊ അതാണ് ആൾക്കാരുടെ ഒരു ഭയം. ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ US വെനസ്വേല ഇഷ്യൂല് കാണുന്നത്. അപ്പം ബാക്കി നമുക്ക് ശേഷം ഇത് എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഓരോ ദിവസവും ഡെവലപ്മെന്റ് നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിനി ഒരു 3-4 യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പം ബേസിക് ആയിട്ട് ഇപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു വളരെ ഹോട്ട് ടോപ്പിക് ആയിരിക്കും. ഇപ്പൊ UPSC PSC ഒക്കെ PSC ആകുമ്പോൾ നോർമലി കുറച്ചും കൂടെ എന്താ പറയാ ഇതിന്റെ ഫാക്ട്സിലോട്ട് പോകും, ലൊക്കേഷൻ കാര്യങ്ങളിലോട്ട് പോകും. UPSC ആകുമ്പോൾ കുറച്ചും കൂടെ ഇപ്പം റിലേഷൻസ്, ഇന്റർനാഷണൽ റിലേഷൻസിലോട്ട് പോകും. അവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റവും കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് നമ്മൾ നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇവിടെ റിവർ ബേസിൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുക. അത് കണക്ക് തന്നെ ഇതിന്റെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എന്താ നോക്കുക. ഇവിടുത്തെ കോയിൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിനോമിനേഷൻ ബൊലീവിയർ അതാണ് അവിടുത്തെ. സൈമൺ ബൊലീവിയറുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ ഇവർക്ക്? എന്തോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലിസം വന്നപ്പോ ബൊലീവിയറിയൻ സോഷ്യലിസം, അവിടുത്തെ കോയിൻ എന്ന് പറയുന്നത് ബൊലിവർ എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും സൈമൺ ബൊലിവറായിട്ട് ലിങ്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഇത് കിടക്കുന്നത് കരീബിയൻ സീയിലാണ്. കരീബിയൻ സീ അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ കുറെ ഐലൻഡ്സും ഇതിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും വെനസ്വേല ഒരു കത്തി നിൽക്കുന്ന ടോപ്പിക്കാണ്. അവിടെ ഓയിൽ ഉള്ളത് കൊണ്ടായിരിക്കും അതിങ്ങനെ കത്തി നിൽക്കുന്നത്. അത് ഇനി ഓയിലുള്ള രാജ്യങ്ങളിൽ ഇനിയും കത്തി നിൽക്കുമെന്നാണ് വിശ്വാസം. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.